മാർക്കറ്റ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ തിങ്കളാഴ്ച. എങ്ങനെയാണ് മാർക്കറ്റ് തുടങ്ങുന്നത് എന്നുള്ളത്, അപ്പോൾ ഡിമാൻഡ് ഉണ്ടോ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്വർണ്ണത്തെ സംബന്ധിച്ച്. അപ്പോൾ സ്വർണ്ണത്തിന് ഡിമാൻഡ് ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു മാർക്കറ്റ് തുറന്ന ഉടനെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $3054 അല്ലേ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അത് 3098 അടുത്തേക്ക്, അതായത് 3100 അടുത്ത് വരെ ഗോൾഡ് ഒറ്റയടിക്കാൻ എത്തി തുറന്ന ഉടനെ തന്നെ. അപ്പോൾ മെറ്റലും ഭയങ്കരമായ രീതിയിൽ ഡിമാൻഡ് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതിനുശേഷം സ്വർണ്ണവില ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട്. അത് നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ഇപ്പോൾ ഗോൾഡ് ഉള്ളത്. എങ്കിൽ കൂടിയും അതിൻ്റെ സ്വഭാവം ഗോൾഡ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഗോൾഡ് തന്നിരിക്കുകയാണ്. ഇനി എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ വലിയ പ്രശ്നത്തിലാണുള്ളത്. ഇന്നലെ മോസ്കോയിൽ റഷ്യയിൽ കാറ് കത്തിയിട്ടുണ്ട്. അത് പുട്ടിൻ്റെ കാറാണ്, പക്ഷേ ആർക്കും പരിക്കൊന്നും ഇല്ല എന്നാണ് ആദ്യത്തെ നിഗമനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സീസ് ഫയർ ഒന്നും ശരിക്ക് നടക്കുന്നില്ല, അതിൻ്റെ കാര്യങ്ങളൊന്നും പുരോഗമനമില്ല. എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ എന്ന് പറയുന്നു. പിന്നെ ഇനി April 2 മുതൽ പുതിയ ട്രംപിൻ്റെ താരിഫുണ്ട്. റഷ്യക്കെതിരെ ഇങ്ങനെ സീസ് ഫയറുമായിട്ട് മുന്നോട്ട് പോയി ശരിക്ക് പോയിട്ടില്ലെങ്കിൽ റഷ്യക്കെതിരെയും റഷ്യൻ ഓയിലിനെതിരെ 25% താരിഫ് ട്രംപ് പുതിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും താരിഫ് അൺസർട്ടനിറ്റിയും ട്രേഡ് വാറും ഒക്കെ വരുന്ന ഇരിക്കുകയാണ്. അപ്പോൾ പശ്ചാത്തല സ്വർണ്ണവില ഇനിയും കുതിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66,880 ഇന്ന് കേരളത്തിലെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്.